മഴവെള്ളം ഒഴുകിപ്പോയതോടെ ചാലക്കുടി മംഗലൻ കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരികെയെത്തി. വീട്ടുപകരണങ്ങൾ എല്ലാം നശിച്ച നിലയിലാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തുകാർ. അന്നമനട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം സൗകര്യം ഒരുക്കിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് സമിതി. ഗ്രാമപഞ്ചായത്തും ഭക്തർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിൽ വിമുഖത കാണിച്ചുവെന്നും ആരോപണം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മഴവെള്ളം ഒഴുകിപ്പോയതോടെ ചാലക്കുടി മംഗലൻ കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരികെയെത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരികെ വീടുകളിലേക്ക് എത്തിയത്. വീട്ടുപകരണങ്ങൾ എല്ലാം നശിച്ച നിലയിലാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെത്തുകാർ. ചെറിയൊരു മഴ പെയ്താൽ പോലും പരിയാരം പഞ്ചായത്തിലെ മംഗലൻ കോളനിയിലുള്ളവരുടെ മനസ്സിൽ ആദിയാണ്. കോളനി പുഴയോട് ചേർന്ന് കിടക്കുന്നതിനാൽ മഴ പെയ്താൽ ആദ്യം ഇവിടേക്കാണ് വെള്ളം കയറുക. വെള്ളം കയറുന്നത് പതിവായതോടെ ഇവിടെയുള്ള 21 വീട്ടുകാരിൽ പലരും മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി. ചാലക്കുടി പുഴ കവിഞ്ഞൊഴുകി കടുങ്ങാട് തോടിൽ വെള്ളം കയറിയാൽ കോളനി വെള്ളത്തിലാകുമെന്നതാണ് കണക്ക്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കോളനിയിൽ വെള്ളം കയറി തുടങ്ങിയത്. തോടിനോട് ചേർന്നുള്ള 2 വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു. 18 വീട്ടുകാരും കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി പരിയാരം സെന്റ് ജോർജ് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തിരികെ വീടുകളിലേക്ക് എത്തിയത്. 4 അടിയോളം ഉയരത്തിൽ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. കട്ടിൽ, കിടക്ക, അലമാര തുടങ്ങിയവയെല്ലാം നശിച്ചു. പാത്രങ്ങളിൽ പലതും പറമ്പുകളിലും റോഡുകളിലും ചിതറിക്കിടക്കുകയാണ്. ഗൃഹോപകരണങ്ങൾ ഭൂരിഭാഗവും നശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തുകാർ. 2018 പ്രളയത്തിൽ 20 അടി ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. ഇത്തവണയും വലിയ നഷ്ടമാണ് ഓരോ കുടുംബത്തിനും സംഭവിച്ചിരിക്കുന്നത്. മഴ പെയ്താൽ നെഞ്ചിടിപ്പ് കൂടുന്ന ഇവിടുത്തുകാർക്ക് മഴ മാറിയാലും ആദി ഒഴിയില്ല. പല വീടുകളിലും ഇഴജന്തുക്കളും കയറി കൂടിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം സൗകര്യം ഒരുക്കിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് സമിതി പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തും ഭക്തർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിൽ വിമുഖത കാണിച്ചു. മണപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ചളിയും മറ്റുമായ സാഹചര്യത്തിലാണ് അന്നമനട ശിവരാത്രി ആഘോഷ കമ്മിറ്റി ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കാൻ തയ്യാറാവാതിരുന്നത്. എന്നാൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ചെയ്തതുപോലെ അന്നമനടയിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കാമായിരുന്നുവെന്ന് ഭാരവാഹികളായ PN അശോകൻ, P സുഭാഷ് എന്നിവർ പറഞ്ഞു. അന്നമനട മഹാദേവ ക്ഷേത്രം ദേവസ്വം ഓഫീസർ, ആ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഉള്ള അത് മുടക്കുകയും ഈ വർഷം നടക്കുന്ന വാവ് നടത്താതിരിക്കാനുള്ള ശ്രമം നടത്തുകയും അതേപോലെ തന്നെ അത് പുഴ അടച്ചു കെട്ടുകയാണ് ചെയ്തത്. ആ പുഴ അടച്ചു കെട്ടാനുള്ള 2 ദിവസം മുൻപ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പഞ്ചായത്തും ഇവരൊക്കെ വിളിച്ച് കമ്മിറ്റി കൂടിയെന്ന് അറിയുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവര് എടുത്ത നിലപാട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോട് ഏറ്റവും വലിയൊരു എന്താ പറയുക കടന്നുകയറ്റം, അവരുടെ മനസ്സിൽ താങ്ങാവുന്ന ഒരു കാര്യമല്ല അവരെടുത്തത്. പക്ഷേ 2019 മലവെള്ളത്തിൽ ആ മലവെള്ളം കയറിക്കിടക്കുന്ന സമയത്തും ഇവിടെ അവർ ബലിതർപ്പണം നടത്തി നമ്മളെല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നതാണ്. പക്ഷെ അവിടെ കംപ്ലീറ്റ് എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മണപ്പുറമാണ് അന്നമനട മണപ്പുറം. അപ്പോൾ ആ മണപ്പുറത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്ത് നിന്നുകൊണ്ടോ ഈ ബലിതർപ്പണത്തിനുള്ള ഒരു പ്രചോദനമുള്ള സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശ സമിതി അടക്കം, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ അത് ഒരുക്കുന്നുണ്ടെങ്കിൽ ഈ ഭക്തജനങ്ങൾക്ക് അവിടെ ബലിതർപ്പണം ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ബലിതർപ്പണം ഇപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബലിതർപ്പണം ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലല്ല. ഇപ്പം ഈ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാനുള്ള വെച്ചാൽ അവിടെ SNDPയുടെ സ്വകാര്യ ക്ഷേത്രമായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിൽ അവിടെ ബലിതർപ്പണം നടത്തി. അപ്പോൾ ഈ ബലിതർപ്പണത്തിനെതിരെ ആണ് ദേവസ്വം ബോർഡും പഞ്ചായത്തും അല്ലെ പോലീസും അവിടുത്തെ ആൾക്കാരൊക്കെ നിന്നത്. അതാണ് നമുക്ക് ഒരു വിഷമമായി മാറിയത്. കാരണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോലീസുകാർ
അവിടുത്തെ SNDP-യുമായി ബന്ധപ്പെടുന്ന ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തുകയും, ആ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരാൾ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, അതേപോലെ അർപ്പിക്കുന്ന ഹവിസും അതേപോലെ തന്നെ അക്ഷതം പൂവും അല്ലെങ്കിൽ അരിയും വെള്ളവും അത് പുഴയിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക. അത് പരമാവധി അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഇവിടെ ഇവിടുത്തെ SHO വിളിച്ച് അത് ഭീഷണിപ്പെടുത്തി അങ്ങനെ പറഞ്ഞു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളെ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി ദത്തെടുക്കുമെന്ന് മാള അൽ-അസർ സെൻട്രൽ സ്കൂൾ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ ഭാരവാഹികളായ പ്രിൻസിപ്പൽ PM A ഖാദർ, വൈസ് പ്രിൻസിപ്പൽ TK അബ്ദുൽ മജീദ്, KM അബ്ദുൽ ജലീൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അതിൻ്റെ അനുഭവങ്ങൾ ഇവിടെ വിവരിക്കേണ്ടതില്ല, അത് പത്രലോകത്തുള്ള നിങ്ങൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അറിയാവുന്നതാണ്. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ അൽ-അസർ സെൻട്രൽ സ്കൂൾ ഊന്നുന്നത്. ആ സംഭവത്തെ തുടർന്ന് കുറേ കുട്ടികൾ അനാഥരായി പോയിട്ടുണ്ട്. ചില സ്കൂളുകൾ ഇല്ലാതാവുകയും ആ പ്രദേശം മുഴുവനായും ഇല്ലാതായതിൻ്റെ ഭാഗമായിട്ട് ചില സ്കൂളുകൾ അപ്രത്യക്ഷമാവുകയും ഭൂമിക്കടിയിൽ പുതഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. എത്രയോ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ അഗതികളായി തീർന്നിട്ടുണ്ട്. ഇതിൽ അനാഥകളും അഗതികളുമായി തീർന്ന കുട്ടികളെ അൽ-അസർ സെൻട്രൽ സ്കൂൾ ദത്തെടുത്ത് അവർക്ക് വിദ്യാഭ്യാസവും താമസവും വസ്ത്രവും പുസ്തകങ്ങളും എല്ലാം നൽകി അവരെ വളർത്തിയെടുക്കാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഒരുപാട് രീതികളുണ്ട്. ആ രീതികളിലൂടെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംരംഭം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇനി നാട്ടിൽ നടന്നത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ജാഗ്രത തുടരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫുട്ബോൾ ബൂട്ട് വാങ്ങാൻ കൂട്ടിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്കൂൾ വിദ്യാർത്ഥി അമൻ ചന്ദ്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കുഴിക്കാട്ടുകോണം സ്വദേശികളായ മഠത്തിപ്പറമ്പിൽ സന്തോഷിന്റെയും ജിനിയുടെയും മകനും ഫുട്ബോൾ താരവുമായ അമൻ ചന്ദാണ് തന്റെ ആവേശമായ ഫുട്ബോൾ ബൂട്ട് വാങ്ങാൻ കൂട്ടിവെച്ച തുക മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തുക ഏറ്റുവാങ്ങി. വയനാട്ടിലെ മനുഷ്യരുടെ ദുഃഖം കണ്ട് സ്വന്തം സ്വപ്നം മാറ്റിവെച്ച അമൽചന്ദ് നാടിനാകെ മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ ദിനവും ആദരണീയം ചടങ്ങും സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട് ക്ഷേത്രങ്ങൾ എല്ലാവർക്കുടെയുമാണ്, നമ്മുടെ എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെ പൊതു ഇടമാണ് എന്ന് നമ്മൾ പോരാടി നേടിയെടുത്തതാണ് നമ്മുടെ വർത്തമാനകാല ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് ആരും വെറുതെ തന്നതല്ല, ആരുടെയും ഔദാര്യത്തിൽ നമുക്ക് കിട്ടിയതല്ല, മറിച്ച് വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും നവോത്ഥാന നായകരുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ആരാധനാലയങ്ങൾ നമുക്ക് വീണ്ടും പൊതു ഇടങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PN ജയരാമൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഉപദേശക സമിതി സെക്രട്ടറി N ചന്ദ്രശേഖരൻ, രാഹുൽ ആർ പൈ, ക്ഷേത്രം മേൽശാന്തി സതീശൻ മരുതു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ
ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിന് 25 വർഷം മുൻപ് തുടക്കം കുറിക്കുകയും അതിന്റെ മാഹാത്മ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ KK സത്യപ്രകാശന് രാമായണ പുരസ്കാരവും, പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ശ്രീമദ് നാരായണീയം ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നേടിയ സുമതി R. നായർക്ക് നാരായണീയ പുരസ്കാരവും, തൻകുളം ദേശത്തു നിന്നും CA പാസായ MS സനൂപ് നാരായണന് വിദ്യാഭ്യാസ പുരസ്കാരവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മാനിച്ചു. തുടർന്ന് രാമായണ പ്രശ്നോത്തരി മത്സരവും വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. മഠത്തുംപടി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം വാർഷിക പൊതുയോഗം നടത്തി. അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് T. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 1945 രൂപീകൃതമായ അയ്യപ്പ സേവാ സംഘം ഇന്ന് വളർന്ന് പന്തലിച്ച് ഭാരതത്തിൽ നിന്നല്ല വിദേശ രാജ്യത്ത് വരെ അതിൻ്റെ ശാഖകളെല്ലാം ഉണ്ട്. അയ്യപ്പ സേവാ സംഘത്തിന് മുഖമുദ്ര എന്ന് പറയുന്നത് സേവനമാണ്. ശബരിമലയിൽ ആദ്യകാലത്ത് വെളിച്ചവും വെള്ളവും നൽകി സേവിച്ചു വന്നിരുന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനം ശരിക്കും പറഞ്ഞ ശബരിമലയിൽ നമുക്ക് സ്ഥാനമുണ്ടോ എന്ന് തന്നെ ചോദ്യമാണ്. കഴിഞ്ഞ സീസണിൽ ഞാൻ ശബരിമലയിൽ പമ്പയിൽ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ക്യൂ നിന്നിട്ട് രാത്രി 10:30-ക്കാണ് എത്തിയത്. ചോദിച്ചപ്പോൾ പറയുന്നത് ഞാൻ പ്രസിഡന്റ് ഇവരെല്ലാവരും കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത്. ശാഖാ പ്രസിഡന്റ് M. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. N. ഗോപാലപിള്ള, രതീഷ് അയ്യപ്പക്കുറുപ്പ്, PP ലിനി, പ്രസാദ് കുഴിക്കാല തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് രജത ജൂബിലിക്ക് തുടക്കം കുറിച്ചത്. ആഘോഷങ്ങളും ജൂബിലിയുടെ ഭാഗമായ 25 പരിപാടികളും ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ രജത ജൂബിലി ലോഗോ PTA പ്രസിഡന്റ് ബാബു തോമസ് പ്രകാശനം ചെയ്തു. MLA VR സുനിൽകുമാർ, കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി, പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി ബേബി എന്നിവർ പ്രസംഗിച്ചു. കേരള പുലയർ മഹാസഭ മാള ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മാള വ്യാപാര ഭവനിൽ നടന്ന ക്ലാസ് KPMS ജില്ലാ ട്രഷറർ PC ബാബു ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ മേഖലയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. പോളിടെക്നിക്കലാണ് അല്ലേ, സാധാരണ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അല്ലെങ്കിൽ പിന്നെ പോകുന്ന ഒരു മേഖല കുറച്ചും ടെക്നിക്കൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെ, എഞ്ചിനീയറിങ് അല്ലെ, വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിക്വയർ ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പത്തിൽ നമുക്കറിയാം. അത്രയും കുട്ടികൾ നമുക്ക് ചെറുപ്പത്തിൽ മനസ്സിലാവും അല്ലെ, അവർ എന്തെങ്കിലുമൊക്കെ തോന്നി മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ. പണ്ടങ്ങനെ റേഡിയോ കഴിക്കുക, അല്ലെങ്കിൽ TV കഴിക്കുക, സ്കൂട്ടർ കഴിക്കുക, സൈക്കിൾ കഴിക്കുക, അതിൻ്റെ നട്ടും ബോൾട്ടും ഇല്ല അല്ലെ, അങ്ങനെ ഒരു സ്കില്ല് അവർക്ക് ചെറുപ്പത്തിലേ ഉണ്ടാവും. അത്തരം കുട്ടികളൊക്കെ ഈ ടെക്നിക്കൽ കോഴ്സുകൾ, പ്രത്യേകിച്ച് പോളിടെക്നിക് പോലുള്ള കോഴ്സുകൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കലോ സിവിലോ ഡിപ്ലോമ, ഈവൻ കമ്പ്യൂട്ടർ തുടങ്ങിയ ധാരാളം 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. മാളയിലുണ്ട്, എൻ്റെ വീട് അമ്പലത്തിൽ ത്യാഗരാജത്തിൽ പോളിടെക്നിക് ഉണ്ട്, തൃശ്ശൂർ MTA ഉണ്ട്, അല്ലെങ്കിൽ പ്രിപ്പയർ ശ്രീരാം പോളിടെക്നിക്. ES ശിവൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കരിയർ മാസ്റ്റർ PV ജോൺസൺ കരിയർ ഗൈഡൻസ് ക്ലാസും എക്സൈസ് പ്രിവന്റീവ് ഗ്രേഡ് ഓഫീസർ CK ചന്ദ്രൻ ലഹരി ബോധവൽക്കരണ ക്ലാസും നടത്തി. TU കിരൺ, വിനയൻ മംഗലത്ത്, ഷിബു മാടവന, EV ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 2 ലക്ഷം രൂപയിൽ പരം സാധനങ്ങളുമായി വാഹനം നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു. കയ്പമംഗലത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കറിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് വാഹനം പുറപ്പെട്ടത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാർ, കോൺഗ്രസ് പ്രവർത്തകരായ PH നാസർ, നിഷാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാറ്റിവെച്ച വൃക്ക തകരാറിലായ നിർധന യുവാവിന്റെ ചികിത്സാ സഹായത്തിനായി പുത്തഞ്ചിറയിൽ മിലാൻസ് ക്ലബ്ബും പഞ്ചായത്ത് അംഗങ്ങളും സംയുക്തമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ലഭിച്ച തുക പുത്തഞ്ചിറ പള്ളത്തേരി അയ്യപ്പന്റെ മകൻ സനീഷിന് കൈമാറി. 10 വർഷം മുൻപ് അമ്മ നൽകിയ വൃക്ക സ്വീകരിച്ചുകൊണ്ട് സനീഷിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു.
മാറ്റിവെച്ച വൃക്കയും തകരാറിലായതിനെ തുടർന്ന് സഹോദരിയുടെ വൃക്ക സ്വീകരിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായുള്ള ചികിത്സാ സഹായ നിധിയിലേക്കുള്ള തുക നൽകാനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. മിലൻസ് ക്ലബ് അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ എത്തി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന കോഴിക്കുളങ്ങര പൂജ നടത്തി. കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 11 മണിക്ക് നടയടച്ച കാവിൽക്കടവിൽ നിന്നും വള്ളത്തിൽ കോഴിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി പൂജാ ചടങ്ങുകൾ നടത്തി. തുടർന്ന് ഭഗവതിക്ക് അഭിഷേകം, മലർ നിവേദ്യം എന്നിവയ്ക്ക് ശേഷം ശർക്കര പന്തിരുനാഴി, വെള്ളപ്പന്തിരുനാഴി, തണ്ണീരാമൃതം എന്നിവ കൂടി നിവേദിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് നടയടച്ച് വൈകിട്ട് 4 മണിക്കാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. മാള നെയ്തക്കുടി കുടുംബി സേവാ സംഘം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. KSS കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് KM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 1% വിദ്യാഭ്യാസ സംവരണത്തിലൂടെ സമൂലമായ മാറ്റം സമുദായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ സമഗ്രമായ മാറ്റത്തിന് വിദ്യാഭ്യാസ യോഗ്യത നേടുക എന്നുള്ളത് പരമപ്രധാനമായി കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ എന്തിനു മാറി നിൽക്കണം? സമുദായത്തോടൊപ്പം സംഘത്തോടൊപ്പം തന്നെ മുന്നോട്ട് വരണം. അതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമൂലമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ ഓരോ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ സമുദായത്തിന് സാമൂഹികമായ മാറ്റമുണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ളൊരു സാഹചര്യമാണ് സംസ്ഥാന ഭരണസമിതി, സംസ്ഥാന കമ്മിറ്റി ഈ അവസരത്തിൽ എടുത്തിട്ടുള്ളത്. ശാഖാ പ്രസിഡന്റ് KD ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TM രാജൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു. PR ജിനേഷ്, AB മനു, അജിത ശിവരാമൻ, ധന്യ ബിജു, രവിനാഥ്, ബിന്ദു രാജേന്ദ്രൻ, VP പ്രശാന്ത്, BC ശിവകുമാർ എന്നിവർ സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനീഷ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസിൽ നിന്നും ധനസഹായം ഏറ്റുവാങ്ങി. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, മാനേജ്മെന്റ് ഗവേണിംഗ് കൗൺസിൽ അംഗം MP ജാക്സൺ, തവനീഷ് സ്റ്റാഫ് കോർഡിനേറ്റർ മൂവിഷ് മുരളി, സജിൽ വത്സൻ, അക്ഷര, സാമൂഹ്യ പ്രവർത്തകൻ VV റാഫി, അവനിഷ്, വോളണ്ടിയർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാള ഫയർഫോഴ്സിലെ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി വയനാട് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ സാജൻ കാരേക്കാട്, രാജീവ് എന്നിവരെ അന്നമനട ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, TK സതീശൻ, ബിനീഷ്, ഫാദർ ജോഷി എന്നിവർ പങ്കെടുത്തു. അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ഡിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബസംഗമവും ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനവും നടന്നു. കൊച്ചിൻ മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ KK അഷ്റഫ് IRPFS ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ നിസ്സഹായരായി പോകുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായതെല്ലാം നൽകേണ്ട സാഹചര്യമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫർ അലി ഇസ്മായിൽ നിർവഹിച്ചു. എയർ ട്രാവൽ എന്റർപ്രൈസസ് മാനേജർ KSM സലിം മുഖ്യാതിഥിയെ. പ്രധാന വാർത്തകൾ വീണ്ടും. മഴവെള്ളം ഒഴുകിപ്പോയതോടെ ചാലക്കുടി മംഗലൻ കോളനി നിവാസികൾ വീടുകളിലേക്ക് തിരികെയെത്തി. വീട്ടുപകരണങ്ങൾ എല്ലാം നശിച്ച നിലയിലാണ്. ഞായറാഴ്ച രാവിലെ മുതൽ വീടും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തുകാർ. അന്നമനട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം സൗകര്യം ഒരുക്കിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്ക് സമിതി. ഗ്രാമപഞ്ചായത്തും ഭക്തർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിൽ വിമുഖത കാണിച്ചുവെന്നും ആരോപണം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് സമാപിച്ചു. നമസ്കാരം.